ഹായ്, വെൽക്കം ടു ഈസി എക്സൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്കിനെ പറ്റിയാണ്. എക്സലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്. അത് എങ്ങനെയൊക്കെ നമുക്ക് എക്സലിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്താണെന്ന് ആദ്യം പറയാം. നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഐഡിയാസൊക്കെ വിഷ്വൽ രൂപത്തിൽ പല പല ലേഔട്ട്സൊക്കെ ഉപയോഗിച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ചാർട്ട്, വെൻ ഡയഗ്രാംസ് ഇതൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ആർട്ട് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇൻസേർട്ടിൽ ഇല്ലുസ്ട്രേഷൻസ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്മാർട്ട് ആർട്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ആദ്യത്തെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷന് താഴെ കൊടുത്തേക്കുന്ന ഹെഡിങ്സിലെ എല്ലാ ലേഔട്ട്സും ഒരുമിച്ച് ആ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ കാറ്റഗറി നോക്കി അതിൽ നിന്നും സെലക്ട് ചെയ്യാം. ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഈ ലേഔട്ട്സൊക്കെയാണ് ഉള്ളത്. നമുക്ക് എന്തെങ്കിലും ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് എടുത്ത് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റൈറ്റ് സൈഡിൽ അത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പേരും പിന്നെ അതിൻ്റെ ഇൻഫർമേഷൻസും ഒക്കെ കാണാൻ പറ്റും. ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും മുകളിൽ സ്മാർട്ട് ആർട്ട് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാബ് വരും. അതിൻ്റെ കൂടെ ഒരു ബോക്സ് വരുന്നുണ്ട്. ആ ബോക്സിൽ നമുക്ക് ടെക്സ്റ്റ് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനെ ടെക്സ്റ്റ് പെയിൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു ബോക്സ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് പെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ബോക്സ് പൊക്കോളും. ഇവിടെയും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനെ ഓരോന്നിനെയും ഷേപ്പ് എന്നാണ് പറയുന്നത്. ഇതിന് ശേഷം ഒരു ഷേപ്പും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ചാൽ നമുക്ക് ഒരു ഷേപ്പും കൂടെ ആഡ് ആവും. അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചാൽ അത് ഡിലീറ്റ് ആയിക്കോളും. ഇത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. ആഡ് ഷേപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആഡ് ഷേപ്പ് ആഫ്റ്ററും ഉണ്ട് ബിഫോറും ഉണ്ട്. ഈ സെലക്ട് ചെയ്തേക്കുന്ന ഷേപ്പിന് ശേഷം ഒരു ഷേപ്പും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ഷേപ്പ് ആഫ്റ്റർ കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ഷേപ്പ് ബിഫോർ കൊടുക്കണം. ഇനി ഇതിൻ്റെ സബ്ബായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ബുള്ളറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ ആഡ് ബുള്ളറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്രൊമോട്ട്, ഡിമോട്ട് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് ഇതിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഷേപ്പിനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യാൻ പറ്റും. ഇത് സെലക്ട് ചെയ്തേക്കുന്ന ഷേപ്പ് മുകളിലേക്കും താഴേക്കും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇതിൻ്റെ സൈസ് കുറയ്ക്കാം. ഈ ഒരു പ്ലസ് സിമ്പൽ ഈ ഒരു ലൈനിന് മുകളിൽ കൊണ്ടുവന്നിട്ട് ഡ്രാഗ് ചെയ്താൽ ഇത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാനും പറ്റും. ഇവിടെ കുറച്ച് ലേഔട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലേഔട്ട് വേണ്ട, വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കളർ ചേഞ്ച് ചെയ്യാം. പിന്നെ സ്മാർട്ട് ആർട്ട് സ്റ്റൈൽസിൽ പല സ്റ്റൈൽസ് ഉണ്ട്. 3D ഉണ്ട്. അതിൽ നിന്നുള്ളത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. റീസെറ്റ് ഗ്രാഫിക് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ചെയ്ത ഫോർമാറ്റിംഗ് എല്ലാം മാറ്റി പഴയതുപോലെ തന്നെ ആകും. ഇതിനെ ഷേപ്പിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ടു ഷേപ്സ് എന്നുള്ളത് കൊടുത്താൽ മതി. അന്നേരം അവിടെ ഷേപ്പ് ഫോർമാറ്റ് ടാബ് വരും. അതിനകത്ത് നമുക്ക് ഈ കാണുന്ന ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യാം. ഇവിടെ ടെക്സ്റ്റിന് വേർഡ് ആർട്ട് സ്റ്റൈൽസും കളർ കൊടുക്കാൻ പറ്റും. പിന്നെ ഔട്ട്ലൈനും എഫക്ട്സും ഒക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഷേപ്സിന് പല സ്റ്റൈൽസും കളറും എഫക്ട്സ് ഒക്കെ കൊടുക്കാം. ഇനി എന്തെങ്കിലും പ്രോസസ്സൊക്കെ
വരച്ച് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പ്രോസസ്സ് എന്നുള്ള ആ ഒരു ലിസ്റ്റിനകത്തുനിന്ന് സെലക്ട് ചെയ്യാം. ഇതിൽ ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ആരോ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഒക്കെ മൂവ് ചെയ്യിക്കാം. പിന്നെ നേരത്തെ ചെയ്ത ആ ഫോർമാറ്റിംഗ് എല്ലാം ഇതിലും ചെയ്യാം. പിന്നെ സൈക്കിൾ ഫോർമാറ്റിലുള്ളതുണ്ട്. അടുത്താണ് ഹൈറാർക്കി. ഇതിൽ ഓഫീസുകളിലൊക്കെ ഓർഗനൈസേഷണൽ ചാർട്ട് പോലുള്ളതൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടൊക്കെ ഇതിൽ നിന്ന് ലേഔട്ട് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ആർട്ട് ഷേപ്പ് ആഫ്റ്റർ കൊടുത്താൽ ഈ സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പും കൂടെ വരും. പിന്നെ ബിഫോർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തതിന് മുമ്പായിട്ടൊരു ഷേപ്പ് കൂടെ വരും. ആഡ് ഷേപ്പ് എബോവ് കൊടുത്താൽ ആ ഒരു ഷേപ്പിന് മുകളിലായിട്ടൊരു ഷേപ്പും കൂടെ വരും. ഇവിടെ ഈ ഒരു ഷേപ്പായിരുന്നു സെലക്ട് ചെയ്തത്, അതിന് മുകളിലായിട്ട് വേറൊരു ഷേപ്പും കൂടെ ആഡായി. ഇതിൻ്റെ താഴെയായിട്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ഷേപ്പ് ബിലോ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു സബായിട്ട് ഒരു ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് അസിസ്റ്റൻ്റ് കൊടുക്കണം. പിന്നെ ഇവിടെ റിലേഷൻഷിപ്പ്, മെട്രിക്സ്, പിരമിഡ്, അങ്ങനെ വേറെ കുറേ കാറ്റഗറിയും കൂടെ ഉണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ചാൽ ഡിലീറ്റ് ആയിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക് ഇൻസേർട്ട് ചെയ്യുന്നതും അത് ഫോർമാറ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്